നിങ്ങളുടെ കയ്യിലേക്ക് സ്റ്റേഡിയം വന്നിരുന്നത് അതേ സ്ഥിതിയിലാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പാണോ ഉള്ളത്? 100% എൻ്റെ ആഗ്രഹം സത്യത്തിൽ അതിനേക്കാൾ കൂടുതലാക്കി കൊടുക്കണം എന്നുള്ള. ഇൻ്റർനാഷണലി ഒരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്യുന്നതിൽ ഞാൻ ഒരു കാരണവശാലും ഒരു പേപ്പറിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. കാരണം ഇതെൻ്റെ ജീവിതത്തിൽ ഇത് ഇന്നോ നാളെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഹൈദരാബാദ് റേസ് കഴിഞ്ഞത് ഹൈദരാബാദിൽ ചീഫ് മിനിസ്റ്റർ ഈ സ്ഥലം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റേസിംഗ് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ MXGP വേൾഡ് GPയിലുള്ള ഒരു റൗണ്ട് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാനും അതിൻ്റെ ഒരു ഫൈനൽ റൗണ്ട് തന്നെ ആക്കോട്ടെ, അങ്ങനെ ഒരു റൗണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് അൾട്ടിമേറ്റ് ഒരു ഡ്രീം എന്ന് പറയുന്നത്. കോഴിക്കോട് നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ കൂടിയായ മുർഷിദ് ബാൻഡിഡോസ് ആണ് ദ ക്യൂ. സ്വാഗതം. താങ്ക് യു. നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു റേസിംഗ് ലീഗ് നടക്കുന്നു, അതിൻ്റെ ഒരു ഫിനാലെ കേരളത്തിൽ വെച്ച് നടക്കുന്നു. അതിന് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ കിട്ടുന്നു. 10,000-ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടും പുറത്ത് കാണാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ആദ്യം ഒരുപക്ഷെ വിവാദങ്ങൾക്കാണ് മറുപടി പറയേണ്ടതെന്ന് തോന്നുന്നു. ഉറപ്പായും ഇതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് പാർട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് തന്നെ കേരളത്തിന് ഇത് ഒരു പുതിയ അനുഭവമായിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഇതിന് പുറകെ വന്ന വിവാദമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സമീപ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളുണ്ട്. മുർഷിദ് ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ വിഷ്വലിട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, നമുക്കറിയാം മലബാറിൻ്റെ പശ്ചാത്തലം വരുമ്പോഴും ഫുട്ബോളിൻ്റെ വലിയ ലഹരിയും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയൊക്കെയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, അതിൻ്റെ ഒരു പിന്നെ എല്ലാ തരത്തിലുള്ള സംഗതികൾ അട്ടിമറിച്ചു, അതിനെ കുണ്ടും കുഴിയാക്കി മാറ്റി, പുല്ലൊക്കെ കരിഞ്ഞു പോയി. അതിൻ്റെ ഒരു പഴയ സ്ഥിതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക സ്പോർട്സ് സെഗ്മെൻറ്റിലുള്ളവർ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ മേഖലയിലുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ അതിനെക്കുറിച്ച് ഏറ്റവും ക്ലാരിറ്റി പറയാവുന്നതെന്താ? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പല റേസിംഗ് ഇവൻറ്റുകളും ബാൻഡിഡോസിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യാനും പുതിയൊരു റേസിംഗ് കൾച്ചർ, കാരണം ലോകം മുഴുവൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അഡ്രിനാലിൻ്റെ പിന്നാലെയാണ്. ഫുട്ബോളും ഇതും മാത്രമല്ല, എല്ലാം നമുക്ക് ഇഷ്ടം തന്നെയാണ്, നമ്മളൊക്കെ കണ്ടു വളർന്ന അതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു കേരളത്തിലേക്ക് പുതിയ ഒരു സ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് സത്യത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ വല്ല കോയമ്പത്തൂരിലേക്കോ മറ്റ് സ്റ്റേറ്റിലേക്കോ കൊണ്ടുപോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പണിയുള്ള കാര്യമില്ല. വളരെ ഈസി ആയിട്ട് ഇതിലും മിനിമലായിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ പ്രശ്നം ചിലപ്പോൾ പരിപാടി വരെ നടക്കാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ള ഒരൊറ്റ മൈൻഡ് സെറ്റും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഇതൊന്ന് എളുപ്പത്തിൽ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ വെച്ചിട്ട് ഇവിടുത്തെ ആളുകളെ മൈൻഡ് സെറ്റ് വെച്ച് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമുക്ക്, കാരണം ഈ പരിപാടി നടക്കണമെങ്കിൽ ഒട്ടനവധി ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഇത് മറ്റുള്ള സ്പോർട്ട് പോലുള്ളത് ഒരു അഡ്വഞ്ചർ ഗെയിമാണ്. ചിലപ്പോൾ ആളുകൾ റേസ് കഴിയുമ്പോഴേക്ക് മരിച്ചു തന്നെ പോയേക്കാം, റേസിങ്ങിൽ അതൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഗെയിമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലെന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം ജയിലിൽ കിടത്തേക്കാം. ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് സത്യത്തിൽ ഈ നാട്ടിലേക്ക് ഈ ഇവൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നോ റിസ്ക് നോ സ്റ്റോറി എന്ന്. ആ റിസ്ക് ഇതിൽ 100% ഉണ്ട്. അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഇന്ന് റേസിംഗ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അധികാരികൾ ആദ്യം ഈ വിഷൻ എന്താണെന്നുള്ളതും ഈ കേരളത്തിലെ പുതിയ തലമുറ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ 100% വിജയിച്ചു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ മാസങ്ങളോളം സമയമെടുത്തിട്ട് ഇവിടുത്തെ കേരള ഫുട്ബോൾ അസോസിയേഷന്, അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനും സ്പോർട്സ് കൗൺസിലിനെയും സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് റേസിങ്ങിൻ്റെ തൊട്ട് മുന്നേ വരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ സത്യത്തിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സ്റ്റേഡിയം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം മുതലേ ഒരു ആശങ്ക ഉണ്ട്. റേസിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അവിടെ സൂപ്പർ ലീഗിൻ്റെ ഒക്കെ നല്ല നല്ല ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കൺസേണേ, അത് ഞാൻ ഇടയിൽ കയറി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മുർഷിദ് തന്നെ പറയുന്നത് ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇപ്പം ഫുട്ബോൾ സ്റ്റേഡിയം ആണെങ്കിൽ വർഷത്തിൽ 1-2 നടക്കുന്ന ഒരു ഫുട്ബോൾ മത്സരങ്ങൾക്ക് മാത്രമായിട്ടല്ല, മൾട്ടിപർപ്പസ് ഉപയോഗിക്കണം. മൾട്ടിപർപ്പസ് പ്ലസ് അതിലൊരു റവന്യൂ സാധ്യത കണ്ടെത്തണം, ഇന്നോവേറ്റിംഗ് സാധ്യത കണ്ടെത്തണം എന്നൊക്കെയാണല്ലോ പറയുന്നത്.
അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഒരു ഫിഫയുടെ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിരിക്കുന്ന രീതിയിലൊക്കെയുള്ള സ്റ്റേഡിയങ്ങൾ, ഉം. അതിൻ്റെ അത്തരത്തിൽ ഡിസൈൻ ചെയ്ത സ്റ്റേഡിയങ്ങൾ ഉം. ഗ്ലോബലി ഈ മൾട്ടിപർപ്പസ് സ്വഭാവത്തിൽ, മൾട്ടി സ്പോർട്സ് സ്വഭാവത്തിൽ തന്നെയാണോ നടക്കുന്നത്? ഈ തീർച്ചയായിട്ടും ഇതിന്റെ ഈ സൂപ്പർ ക്രോസിന്റെ തന്നെ മറ്റ് സ്റ്റേഡിയങ്ങൾ, അതെ. ഹൈദരാബാദ് അടക്കമുള്ള സ്റ്റേഡിയങ്ങൾ ഉം. ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു കൺവേർഷൻ ആൻഡ് ബാക്ക് ടു നോർമൽ ആയത്? സെയിം അതേ അതുകൊണ്ടാണല്ലോ സത്യത്തിൽ എനിക്കിപ്പോൾ ഇവിടുത്തെ ആളുകളെ ഇങ്ങനെ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഇത് റെഡിയാവും എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ്. ഇത് ഞാൻ 100% എൻ്റെ ആളുകൾക്ക് ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പ് കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആ അത് കഴിഞ്ഞ പൂനെയിലും അഹമ്മദാബാദിലും ഹൈദരാബാദിലൊക്കെ ഇത് ഓൾറെഡി ചെയ്ത് വിജയിപ്പിച്ചത് കൊണ്ടാണല്ലോ ഇവിടെ നാട്ടിൽ ഞാൻ എല്ലാവരോടും ഉറപ്പ് പറയുന്നത്. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഇത് സ്വിച്ച് ഇട്ട് ഇത് റെഡി ആവുന്ന സാധനമല്ല. ഇവിടെ ഇപ്പോൾ കളി ഉണ്ടോ എന്നുള്ളത് പൂർണ്ണമായിട്ടും കേരള ഫുട്ബോൾ അസോസിയേഷനും നമ്മളും ചേർന്നിരുന്ന് പല തവണ ഡിസ്കസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡേറ്റ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഈ ഡേറ്റ് കഴിഞ്ഞാൽ ഇനി അവിടെ എന്തൊക്കെ കളി വരാനുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ലിസ്റ്റ് ഫുട്ബോൾ അസോസിയേഷൻ്റെ കയ്യിലുണ്ട്. ഇത് പ്രകാരം ഒരു പ്ലാനിങ്ങിലാണ് ഈ ഡേറ്റ് നമ്മൾ കൺഫേം ചെയ്തത്. ആ റേസ് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മറ്റുള്ള റേസുകളൊക്കെ പോലെ തന്നെ നമുക്ക് റേസിൻ്റെ മുന്നേ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ ട്രാക്ക് കിട്ടിയാൽ മതി. 10 ദിവസം വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂപ്പർ ലീഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ. ആ റേസ് കിട്ടിയ ഒരാഴ്ചക്കുള്ളിലാണ് ഇത്ര മനോഹരമായിട്ടുള്ള റേസിംഗ് ട്രാക്ക് ഇട്ടത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കൻസാണ് ഈ റേസ് ട്രാക്ക് ഇടാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ റേസ് കഴിഞ്ഞാലുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച ടു 10 ദിവസം ഈ മണ്ണ് കംപ്ലീറ്റ് മാറ്റി റേസ് ഗ്രൗണ്ട് പഴയ രൂപത്തിലെല്ലാം ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്ട്രക്ചർ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മൾ 350ഓളം ട്രക്ക് മണ്ണ് അവിടെ നമ്മൾ റേസ് ട്രാക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. ഇത് ഇട്ട പോലെയല്ല തിരിച്ചെടുക്കാന്ന് പറയുന്നത്. കാരണം തിരിച്ചെടുക്കുന്ന സമയത്ത് ഗ്രൗണ്ടുകൾക്ക് കേടുപാട് പറ്റാതെ എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എടുക്കണം അത്. കാരണം അതിൽ പ്ലൈവുഡും അതുപോലെ ഷീറ്റും ഒക്കെ ആണ്. അപ്പോൾ അത് നമ്മൾ 10 ദിവസത്തെ സാധനം ശരിക്കും പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫ്രെയിം ഈ പറയുന്ന ടൈം ലൈനിൽ നിന്നും 5 ദിവസം മുന്നേ തന്നെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിന് ഇത്ര ഒരാഴ്ച 10 ദിവസം ഇത് മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഷീറ്റും പ്ലൈവുഡും ഇട്ടുണ്ട്. ഈ ഗ്രാസ് കംപ്ലീറ്റ് ഒരു യെല്ലോ കളറിലേക്ക് പോകും. ആ യെല്ലോ കളറിലേക്ക് പോകുന്നത് പൂർണ്ണമായിട്ടും നശിച്ചു പോലല്ല. ഇതിന് പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റും വെളിച്ചവും വായുവും ഒന്നും കിട്ടാത്തതുകൊണ്ടും വെള്ളം കിട്ടാത്തതുകൊണ്ടും ആവുന്നതാണ്. ഇത് നമ്മൾ താരതമ്യേന ആദ്യം കൊടുക്കേണ്ടത് വെളിച്ചമാണ്. ഈ ഷീറ്റൊക്കെ മാറ്റി വെളിച്ചം കൊടുക്കുക. പിന്നീട് വേണ്ടത് വായുവാണ്. അത് നമുക്ക് അവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ. പിന്നെ വെള്ളമാണ്. വെള്ളം നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കണം. സാധാരണ ഒരു ഗ്രൗണ്ട് നനയ്ക്കുന്നതിലും കൂടുതൽ വെള്ളം ഈ സമയത്ത് കൊടുക്കേണ്ടതില്ല. കാരണം 7 ദിവസത്തോളം വെള്ളം ഇല്ലാതെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് റേസ് കഴിഞ്ഞ ഉടനെ തന്നെ പൂർണ്ണമായിട്ടും വെള്ളം അടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ റേസുകളിൽ ചെയ്ത പ്രോസസ്സ് തന്നെയാണ്. അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇവിടെ. ഇത് വെള്ളം അടിച്ചപ്പോൾ അവിടെ ചെളി രൂപത്തിലായി ആളുകൾ കാണും. കാരണം എക്സ്ട്രാ വെള്ളം അടിക്കുന്നു. വെറുതെ ഒരു നമ്മൾ ലോൺ നനയ്ക്കുന്ന പോലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് പൈപ്പിട്ട് അടിച്ച് വെള്ളം കൊടുക്കണം ഭൂമിയിലേക്ക്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കുറേ ആളുകൾ കയറി വന്നിട്ട് ഈ പ്രോസസ്സിനെ കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് ആരോടെങ്കിലും ഒരു വാക്ക് ചോദിക്കാതെ ഇത് എന്താണ് ചെയ്യാൻ പോണതെന്നൊന്നും വ്യക്തമായിട്ട് അറിവില്ലാതെ എന്തിൻ്റെയൊക്കെയോ പിറകിൽ ഓടിയിട്ട് ഇത് മറ്റൊരു രൂപത്തിലേക്ക് ശരിക്കും വാർത്ത കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമ്മളൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുക കേരള ഫുട്ബോൾ അസോസിയേഷന് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് റിലീസ് ചെയ്യണ്ടേ. അത് റിലീസ് ചെയ്യാണ്ട് ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഈ പറയുന്ന ടൈം ലൈനിൻ്റെ ഉള്ളിൽ റെഡിയാക്കി കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. പൂർവ്വസ്ഥിതിയിലാക്കാനുള്ളൊരു ഇതിന് ഒരു തുക കെട്ടിവെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ആ പൈസ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷവും ഇത് തുടരണം, ഇത് കേരളത്തിൽ ഇനി വരണം എന്നുണ്ടെങ്കിൽ ഇതൊരു മാതൃകയായി കാണിക്കണം എന്നുള്ള വ്യക്തമായ ബോധം നമുക്കുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് സൗഹൃദത്തിലുള്ള ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പേഴ്സണലി വിളിച്ചു ചോദിച്ചിട്ടുള്ളതാണ് ഗ്രൗണ്ടിന് കേടുപാട് സംഭവിക്കും. കാരണം ഇത്തരത്തിലുള്ള കുറേ ന്യൂസുകൾ ആദ്യം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതല്ല. റേസിംഗ് എന്ന് പറയുന്ന സാധനം വന്ന് മറ്റുള്ളത് അട്ടിമറിക്കുക എന്നുള്ളതല്ല. നമ്മൾ സൗഹൃദത്തിൽ എല്ലാ സ്പോർട്ടും വരണം. ഈ സത്യത്തിൽ ഇതിനെ പ്രതിഷേധിച്ച് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഈ ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് സ്പോർട്സിൻ്റെ അണ്ടറിൽ വരികയാണ്. ഞാനൊന്നും 2006 ഈ ഒരു സ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊന്നുമില്ല. ഇത് സ്പോർട്സിൽ വിടുന്നല്ല, അതുകൊണ്ട് പോലീസ് പെർമിഷൻ തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോഴത്തെ കാലത്തിൽ 16C ആൻഡ് സ്പോർട്സിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ അത് മാറിയിട്ടുണ്ട്. ഇതും വളരണം. ഇന്നിപ്പോൾ ഫുട്ബോളിനെ ആളുകൾ സ്നേഹിക്കുന്ന പോലൊക്കെ തന്നെ അതേ ലെവൽ ഓഫ് ആളുകൾ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടുത്തൊരു 5-10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പുതിയ തലമുറയിൽ ഒട്ടനവധി ആളുകൾ ഇതിനു വേണ്ടി ഫുട്ബോളിന് വേണ്ടി മരിക്കുന്ന പോലെ റേസിങ്ങിന് വേണ്ടി മരിക്കും. കാരണം ഇതിനൊരു ഫ്യൂച്ചറും
ഇതിനൊരു ജീവിതമാർഗ്ഗമൊക്കെ നിലവിൽ ഇന്ത്യയിലെ സംവിധാനത്തിൽ തന്നെ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഈ പറഞ്ഞ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഉറപ്പ് കൊടുത്ത അതേ സമയത്ത് ഇത് തൽസ്ഥിതിയിൽ എത്തുകയും എങ്ങനെയായിരുന്നോ ഈ പറയുന്ന സംഘാടകർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് സ്റ്റേഡിയം വന്നിരുന്നത് അതേ സ്ഥിതിയിലാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പാണോ ഉള്ളത്? 100% എൻ്റെ ആഗ്രഹം സത്യത്തിൽ അതിനേക്കാൾ കൂടുതലാക്കി കൊടുക്കണം എന്നുള്ള. കാരണം ഇപ്പം തന്നെ അവിടെ ഈ റേസിംഗ് ഇവൻ്റ് വന്നോട് കൂടിയിട്ട് നിങ്ങൾ അവിടെയുള്ള പരിസര പ്രദേശത്തുള്ള കടകളിലൊക്കെ ഒന്ന് അന്വേഷണം നടത്തണം. അവിടുത്തെ പോട്ടർമാരോട് ഒരു അന്വേഷണം നടത്തണം. ഈ ഒരു റേസിംഗ് ഇവൻ്റ് വരുന്ന സമയത്ത് ഗ്രൗണ്ട് മാത്രമല്ല നമ്മൾ വൃത്തിയാക്കിയ ആ പരിസര പ്രദേശങ്ങൾ, സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് അതൊരു പ്രീമിയം ലുക്ക് നമ്മൾ വരുന്ന ഗസ്റ്റുകൾക്ക് പോലും ഇത് കോഴിക്കോടിൻ്റെ സ്റ്റേഡിയം ആണെന്ന് പറയുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള ആളുകളാണ്. സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഗ്രൗണ്ടിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ചുറ്റുപാടും. ഇപ്പോൾ അത് അവിടെ പോയി കഴിഞ്ഞാൽ വൃത്തി നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിലവിലുള്ള സ്റ്റേഡിയം അവർ തന്നതിനേക്കാൾ എത്ര ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയം ഇപ്പോൾ കൈകാര്യം ചെയ്യണത് കേരള ഫുട്ബോൾ അസോസിയേഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ടീമാണ്. അതായത് അവരൊരു വെണ്ടറാണ്. കാരണം നമ്മൾ ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിനെ കുറിച്ചുള്ള ഒരു ഘടന എത്രത്തോളം മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല. കാരണം ഇതിന് ലെവലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിയിൽ കൂടെ പൈപ്പ് പോകുന്നുണ്ട്, അതിന് ഡാമേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വലിയ വണ്ടികൾ കയറിയിട്ടുള്ളതാണ്. ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. അതൊക്കെ ചെയ്യാനും അറിയാനും പറ്റുന്ന ഈ ഗ്രൗണ്ട് വർഷങ്ങളായി മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽ ഒഡീഷയിലുള്ള ഒരു കമ്പനിയിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നം വരുന്നതിൻ്റെ മുന്നേ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ചെറിയ റിസ്ക് അല്ല അവർ എടുക്കുന്നത്, വലിയൊരു റിസ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ അവർ ഇത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു പ്ലാനിങ് നമ്മളുമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ടീമിന് ഓൾറെഡി നമ്മൾ കരാർ കൊടുത്തിട്ടുള്ളതാണ്. റേസിംഗ് കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോഴേക്ക് ഈ ടീം ലാൻഡ് ചെയ്യും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഗ്രൗണ്ട് ടേക്ക് ഓവർ ചെയ്യും. അവർ ബാക്കിയുള്ള പണികളുമായിട്ട് നമുക്ക് ഗ്രൗണ്ട് തിരിച്ച് പഴയ രൂപത്തിലേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു വരും എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു 10 ദിവസം വെള്ളവും വായും ഒക്കെ സൺലൈറ്റ് ഒക്കെ കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. പലതരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല രൂപത്തിൽ ആളുകൾ എടുക്കുന്നുണ്ടാകും. പക്ഷേ എനിക്കിതിലൊക്കെ ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിഷേധവും പ്രകടനമൊക്കെ ചെയ്യുന്ന ആളുകളോട് ആരോടും ഒരു വിഷമവും വിരോധമൊന്നുമില്ല. ഒരൊറ്റ കാര്യം, നിങ്ങൾ അവരവരെ കുട്ടികളോട് ഈ പ്രായത്തിലുള്ള പുതിയ വളർന്നു വരുന്ന സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ മക്കളോടോ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചിട്ട് ഈ റേസിംഗ് അനിവാര്യമായിരുന്നു, ഇത് നമുക്ക് വേണ്ടതായിരുന്നു എന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് ചോദിച്ചിട്ട് അവർ ഓരോരുത്തരും ഒന്ന് കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ഒന്ന് കണ്ണടച്ചിട്ട് എൻ്റെ കുട്ടികൾക്കോ ഈ നാട്ടുകാർക്കോ വേണ്ടതായിരുന്നു, ഇതായിരുന്നു ഞാൻ പ്രതിഷേധിച്ചതെന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം. ഒരു കാര്യങ്ങൾ പറയും, നമുക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മളൊന്നും ഇതിൽ സാമ്പത്തികമായിട്ടൊരു വലിയ നേട്ടം പ്രതീക്ഷിച്ച് വന്നിട്ടുള്ള ആളുകളല്ല. ഞാനൊക്കെ പല മറ്റുള്ള ബിസിനസ്സുകൾ ചെയ്യണം. പക്ഷേ ഇത് എൻ്റെ പാഷനായിട്ട് ഞാൻ 19 വർഷം മുന്നേ കോഴിക്കോട് നഗരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. കോഴിക്കോട്ടുകാർക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പ് ഒരു പരിപാടി ഇതായി എന്നുള്ളതാണ്. 2012 മുതൽ കോഴിക്കോട് ഇന്നത്തെ ട്രേഡ് സെൻറ്റർ കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഡേ ടൈമിൽ റേസ് അന്ന് ആദ്യം ചെയ്ത് 2013 ചെയ്തു. 2015 മുസ്ലിം ലീഗിൻ്റെ നമ്മളെ മിനിസ്റ്റർ മുനീർ സാഹിബ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ആളെ നേതൃത്വത്തിൽ കോഴിക്കോട് കിണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നൈറ്റ് റേസ് കേരളത്തിൽ ആദ്യമായിട്ട് 5000 ആൾക്ക് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഗാലറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു റേസ് അവിടെ നടത്തി. അന്ന് 8000-ലധികം ആളുകൾ അവിടെ കയറി, ആളുകൾ തിങ്ങി നിറഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും പരിചിതമാണ്. തൃശ്ശൂർ 2020 തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടി ഗംഭീരമായിട്ടുള്ള ഒരു റേസ് ഇൻ്റർനാഷണൽ റൈഡേഴ്സിനെ കൊണ്ടുവന്ന് ചെയ്ത്. പക്ഷെ അന്നൊരു പാഠം പഠിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ അന്ന് 2020 ഫോറിൻ റൈഡേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ അവർ വിസിറ്റിംഗ് വിസയിലാണ് കൊണ്ടുവന്നത്. ആ റേസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അവരെ ഫോറിൻ റൈഡേഴ്സിനെ വിസിറ്റിങ്ങിൽ കൊണ്ടുവന്നത്. പല പാർട്ടിയിൽ പൊളിറ്റിക്സിൽ പരമായിട്ട് അവർ പോയിട്ട് ഇത് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണെന്ന് ശരി ഞാൻ തെറ്റംഗീകരിച്ച് നിയമപരമായിട്ട് തന്നെ ആ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് ഞാൻ സോൾവ് ചെയ്തു. ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള 40-ലധികം ഫോറിൻ റൈഡേഴ്സും ബിസിനസ് വിഷയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഇവൻറ്റുമായിട്ട് ഒരൊറ്റ ഡോക്യുമെൻറ്റേഷൻ ഇല്ല ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറിത്തിങ് സ്റ്റേഡിയത്തിന് ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും റൈഡേഴ്സിന് ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും ഇൻ്റർനാഷണലി ഒരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്യുന്നതിൽ ഞാൻ ഒരു കാരണവശാലും ഒരു പേപ്പറിൽ പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. കാരണം ഇതെൻ്റെ ജീവിതത്തിൽ ഇത് ഇന്നോ നാളെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല.
പല തടസ്സങ്ങളിൽ നിന്നും അതൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ ബെഞ്ച് മാർക്കായി വെക്കാൻ പറ്റുന്ന ഈ ഒരു റേസിംഗ് ഇവൻ്റെ കൂടെ അവർ എത്തിച്ചിട്ടുള്ളത്. ഇതല്ല എൻ്റെ ലക്ഷ്യം. വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ റേസിംഗ് ഉണ്ടല്ലോ, വേൾഡിൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന പല രാജ്യങ്ങളിലായിട്ടാണ് ഓരോരോ റൗണ്ട് വരാം. വേൾഡിൽ ഏറ്റവും ടോപ്പ് റേസ് ആയിട്ടുള്ള MXGP ഒരു റൗണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം, എൻ്റെ ഒരു വിഷൻ. അപ്പോൾ അത്രയും ഫോറിൻ റൈഡേഴ്സ് പല രാജ്യത്തുനിന്ന് ഇവിടെ റേസ് ഓടിക്കാൻ വരണം. അങ്ങനെ ഒരു വിഷനിൽ പോണ ഒരു ചുറ്റുപാട് ഒരു ചിന്താഗതിയിൽ പോണ ആളാണ്. അതിൽ സത്യത്തിൽ നമ്മളെ നാട്ടുകാർ ഇതിന് പൂർണ്ണ പിന്തുണ തന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് ആളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ആളുകൾ ഒന്ന് വഴിതെറ്റിച്ച് വിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പക്ഷേ അതൊക്കെ അധികം താമസിക്കാതെ തന്നെ അവർക്ക് തന്നെ അത് റിയലൈസ് ആവും. ഞാനീ പറഞ്ഞ പോലെ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എത്രമാത്രം ശരിയായിരുന്നു എന്നുള്ളതൊക്കെ വരുന്ന ഒരു കാലം അധികം വൈകാതെ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം സന്തോഷ് ട്രോഫിക്കും സൂപ്പർ ലീഗിനൊക്കെ ഇനി കളിക്കാൻ യോഗ്യമാവേണ്ടിയിരുന്ന അതിന് സ്വീകാര്യമാവേണ്ട ഒരു ഗ്രൗണ്ട് അത് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് ഫുട്ബോൾ പ്രേമികളുടെ കൂടി കൺസേൺ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കോഴിക്കോട് ഒരു കായിക പ്രേമികളെ സംബന്ധിച്ച് അവരുടെ ഒരു ഹോം ഗ്രൗണ്ടായിട്ട് കാണുന്നതാണല്ലോ. അതിനപ്പുറം തന്നെ ആ സാധ്യത വഴിമുടങ്ങുമോ എന്നുള്ള ചോദ്യത്തിനപ്പുറത്ത് ഇനിയൊരു പിന്നെ റേസിംഗ് ലീഗ് കോഴിക്കോടേക്ക് വരാൻ ഇതൊരു ഏതെങ്കിലും തരത്തിലൊരു തെറ്റായ മാതൃകയാവോ അപ്പോൾ എന്നുള്ള കൺസേണൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ കാര്യത്തിലേക്ക് ഏറ്റവും ക്ലാരിറ്റിയിലാണ് മുർഷിദ് ഇപ്പോൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇത്തരത്തിലുള്ള ഇതിപ്പോൾ താൽക്കാലികമായിട്ടുള്ള അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയൊക്കെ ഓരോ ഇൻഡിവിജ്വൽസിന് പലതരത്തിൽ ഈ ഒരു ഇവൻ്റ് കൊണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. പലതരത്തിലുള്ള വിഷമങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. ഇതിലേറ്റവും ഇതിൻ്റെ എന്താ പറയുക, ഞാൻ പറയാൻ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് ജനകീയ ഒരു പരിപാടിയായിട്ട് മാറി എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഈ പരിപാടിയോട് അടുക്കുമ്പോൾ തന്നെ ആ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പങ്കാളിത്തം ഉണ്ടായി. പ്രതീക്ഷിച്ചതിനേക്കാൾ പങ്കാളിത്തം അത് ശരിക്കും വേറെ തരത്തിൽ സെറ്റ് ബാക്ക് അല്ലേ? അതായത് മുഴുവൻ പേരും പ്രവേശിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അതൊരു പ്രശ്നമായി. കാരണം ഈ കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫുട്ബോൾ പരിപാടികൾ നടക്കുമ്പോൾ തന്നെ ആളുകൾ ടിക്കറ്റ് ഇല്ലാതെ അവിടെ വരുന്നൊരു സ്വഭാവമുണ്ട്. അത് ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു കൾച്ചറാണ് വർഷങ്ങളായിട്ടുള്ള. ടിക്കറ്റ് വേണ്ട, ടിക്കറ്റ് ഉള്ള ആളുകളുണ്ട്. പക്ഷെ ടിക്കറ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം നമ്മൾ പഴയ സിനിമാ തിയേറ്ററിലായി നിൽക്കുന്ന സമയത്ത് ഒരു തള്ളലൊക്കെ തള്ളിയിട്ട് കയറുന്ന ഒരു സംവിധാനമാണ് ഇത് കോഴിക്കോട് സ്റ്റേഡിയത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഈ റേസിംഗ് ഇവൻറ്റിനും ഇവിടെ വന്നിട്ടുണ്ട്. കാരണം റേസിങ്ങിൻ്റെ ടിക്കറ്റ് കഴിഞ്ഞ തലേ ദിവസം 2 ദിവസം മുന്നേ തന്നെ തീർന്നിട്ടുണ്ട്. അപ്പം തന്നെ മനസ്സിലായി ഇത് മറ്റൊരു രൂപത്തിലേക്കാണ് പോണതെന്ന്. ശനിയാഴ്ച നമ്മളൊരു ഫ്രീ പ്രാക്ടീസ് റൗണ്ട് എല്ലാവരും വന്ന് കാണട്ടെ എന്നുള്ള ഒരു പ്ലാനിലാണ് അത് അനൗൺസ് ചെയ്തത്. അത് മാസങ്ങളായിട്ട് അനൗൺസ് ചെയ്യുന്നതാണ്. ശനിയാഴ്ച ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരും എന്നുള്ളതും നമ്മളെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അതുപോലെ പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒരു കാരണവശാലും നമുക്കിന്ന് ഗേറ്റ് തുറക്കാൻ പാടില്ല എന്നുള്ളതും. അന്ന് ശനിയാഴ്ച ഗേറ്റ് തുറന്ന ആളുകൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെ ആളുകളുടെ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നടക്കാനുള്ള നമ്മളെ മെഗാ ഇവൻറ്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഒരു ഓർഡർ തന്നപ്പോൾ ഇപ്പോൾ തീരുമാനിക്കും ഇന്നത്തെ റേസ് വേണോ നാളത്തെ റേസ് വേണോ എന്ന് പറഞ്ഞപ്പോൾ ക്വിക്കായിട്ടൊരു ഡിസിഷൻ നമുക്ക് എടുക്കേണ്ടി വന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ റൈഡേഴ്സ് വന്നിട്ട് ഈ റൈഡേഴ്സിനെ ആ റേസിലേക്ക് ഓടിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഇവർക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ റൈഡേഴ്സൊന്നും പിന്നെ നമ്മൾ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരെ നാട്ടിലൊക്കെ അവർ സൂപ്പർ സ്റ്റാറുകളായിട്ട് ജീവിക്കുന്നവരാണ്. റേസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റേസേഴ്സിന് ആരാ റേസേഴ്സ് എന്ന് പോലും അറിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ റേസറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫിലിം ആക്ടർക്ക് കിട്ടുന്നതിനേക്കാൾ റെസ്പെക്റ്റാണ് ഈ റേസേഴ്സിന് കിട്ടുക. ഞാൻ പല രാജ്യത്തും പോയിട്ട് കാണുന്നതാണ്. ഞാൻ അവരെ കൂടെ നടക്കുമ്പോൾ ഒരു ചെറിയൊരു ഓറ നമുക്കും കൂടെ കിട്ടും. കാരണം നമ്മൾ വളരെ അവരുടെ ക്ലോസ് ഫ്രണ്ടാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റീൻ്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ആ ഒരു ഫീൽ കിട്ടില്ല. അതേ ഫീല് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ അടുത്ത വർഷം ഇനി കേരളത്തിലേക്ക് വരേണ്ട, അത് എത്ര നല്ലതാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകളെ ഹാപ്പി ആക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡിസിഷൻ എടുത്തു, സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തു, സോറി ഇന്ന് നമുക്ക് കയറ്റാൻ പറ്റില്ല. പിറ്റേ ദിവസം നിങ്ങൾ കണ്ടോ, ശനിയാഴ്ച നമ്മൾ കയറ്റാൻ അനുവദിച്ചില്ല. സൺഡേ ആളുകൾ ഉച്ച മുതൽ തന്നെ ടിക്കറ്റ് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിൽക്കേണ്ട സാഹചര്യം വന്നു. പോലീസ് ശരിക്കും പറഞ്ഞാൽ വണ്ടർഫുൾ ജോബാണ് എടുത്തിട്ടുള്ളത്. 500-ലധികം പോലീസുകാർ റേസിങ്ങിൽ ഈ ഒരാളുകളെ കണ്ട് മാനേജ് ചെയ്യാൻ വരാമെന്ന് പറയുമ്പോൾ കോഴിക്കോട് ഇതുവരെ നടന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു പോലീസിനെ
ഉദ്യോഗസ്ഥന്മാർ അതായത് നിങ്ങൾ ആ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. സീറ്റിംഗ് കപ്പാസിറ്റിയിലും കുറച്ചിട്ട് സീറ്റിംഗ് ടിക്കറ്റ് ഓക്കെ, പ്രൊവൈഡ് ഓക്കെ. ചെയ്തു എന്നുള്ള പലതരത്തിലുള്ള പക്ഷേ ആരോപണമുണ്ട്. ടിക്കറ്റ് ഇല്ലാത്തവർ കൂടി അകത്ത് പ്രവേശിച്ചതോടെ ഈ പ്ലാനിങ് പാളിയോ? ഇവിടുത്തെ കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിയമപരമായിട്ട്, അതായത് ഡോക്യുമെൻറ്റേഷനിൽ 26,000 to 30,000 ആളുകളെ വരെ അതിൻ്റെ ഉള്ളിൽ കയറ്റാമെന്നുള്ളതാണ്. ഇവിടുത്തെ സംവിധാനത്തിൽ 35,000 40,000 വരെ പല ഫുട്ബോൾ ഇവൻറ്റുകൾക്ക് ഈസിലി ആളുകൾ കയറാറ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇവൻറ്റ് 4 മണിക്കൂർ ആളുകൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എക്സോസ്റ്റഡ് ആയിട്ട് പോരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ ഒരു 1.5 മണിക്കൂറിൻ്റെ ഗെയിമാണ്. അതിൽ ആളുകൾക്ക് വേണേൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കാം. നമ്മൾ ആളുകളെ 25,000 ആളെ കൂടുതൽ അവിടെ ഉണ്ടാവരുത് എന്നാണ് നമ്മളെ പ്ലാൻ. ഇന്ന് ഓൺലൈനിൽ ആ സമയത്ത് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നത് 16,000 to 18,000 ടിക്കറ്റ്സ് ആണ്. ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഫ്രീ പാസ്സായിട്ട് ഗവൺമെൻറ് ഓഫീഷ്യൽസിന് നമ്മൾ വേണ്ടപ്പെട്ട റേസിംഗ് ടീമുകൾക്കും മറ്റുള്ള ആളുകൾക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. 25,000 കൂടുതൽ അവിടെ ആളുകൾ കയറ്റില്ല. കാരണം ബ്രീത്തിങ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ പല ഗേറ്റുകളിലും ആളുകൾ തള്ളിയിട്ട് കയറിയ സമയത്ത് പോലീസിന് ഈ ഗേറ്റ് തുറക്കാതെ വേറെ ഓപ്ഷനില്ല. ചവിട്ടി പൊളിക്കുന്ന സാഹചര്യത്തിലെത്തി. ഇപ്പോഴും കോർപ്പറേഷന് പൈസ കൊടുക്കണം ഗേറ്റ് നഷ്ടപ്പെട്ടതിന്. ഗേറ്റ് അടക്കം കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ആ കയറിയ കൂട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പല ഗേറ്റുകളും അങ്ങനെ തുറക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അവിടെ സ്കാനിങ് സംവിധാനം ഉണ്ട്. അവിടെ സ്കാനിങ്, എന്ത് സ്കാനിങ്, ആളുകൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറുക എന്നുള്ളതാണ്. ആ തിക്കിലും തിരക്കിലും ആളുകൾ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്ത പലരും പുറത്ത് നിൽക്കേണ്ടി വന്നു. ഈ ടിക്കറ്റ് എടുത്ത പലരും പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇനിയും ആളുകൾ അവരെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കേണ്ട ആളല്ല, ഞാൻ ജയിലിലാണെന്ന് ഇരിക്കേണ്ടി വരാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം ദൈവം സഹായിച്ചിട്ട് അവിടെ കാണാൻ വന്ന ആൾക്കോ റേസേഴ്സിനോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ റേസിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത്. മെസ്സി ഇവിടെ വന്ന് ഇതൊക്കെ അനുഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം പ്ലാനിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. ടിക്കറ്റ് ഇല്ലാത്ത ആളുകൾ കുറേ പേര് അകത്ത്, പകുതിയോളം ആളുകൾ കയറി അകത്ത് കയറിയിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാത്ത അത്രയും പുറത്തുണ്ടെന്ന് പോലീസുമായിട്ട് അപ്പം തന്നെ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് എന്തായാലും കുഴപ്പമില്ല, ഇതിൽ വരുന്ന സാമ്പത്തികമായിട്ടുള്ള ഏത് നഷ്ടവും നമുക്ക് സ്വീകരിക്കാം, ഒരു അപകടം ഉണ്ടാവരുത്. കാരണം ഇവർക്ക് എല്ലാം അഡ്രിനാലിന് പുറത്തു നിന്ന ആളുകൾക്ക് സൗണ്ട് അകത്ത് കേൾക്കുന്ന സമയത്ത് വലിയ ഡിഫിക്കൽട്ടാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും അകത്ത് കയറണം എന്നുള്ളതാണ്. പക്ഷേ പോലീസിനെ അവിടെ നിയോഗിച്ചുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് പലർക്കും വിഷമമുണ്ടായി എന്നുള്ളത് അറിയാം. ഈ വിഷമമുണ്ടായ ആളുകൾക്ക് എനിക്ക് പറയാനുള്ള സത്യത്തിൽ ഇവരതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവർക്കൊരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഹെൽത്ത് ഇഷ്യൂസ് സംഭവിച്ചവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ കുടുംബക്കാരോ അല്ലെങ്കിൽ ഇവരെ മറ്റുള്ള ബന്ധുക്കളോ എന്താണ് പറയുക, അത് ഞാൻ റെസ്പോൺസിബിൾ ആയില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ റേസിംഗ് ഇവൻ്റ് ഇനി ഇന്ത്യയിൽ കേരളത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ, ഞാൻ അതിനുള്ള കേപ്പബിൾ അല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ നഷ്ടം നമ്മൾ നോക്കണ്ട, അവരെ വിഷമം നോക്കണ്ട, അതൊക്കെ നമുക്ക് അടുത്ത വർഷം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ വരാൻ പറ്റാത്ത ആളുകൾക്ക് മിസ്റ്റേക്ക് എവിടെ പറ്റിയെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് ലാർജ് സ്കെയിൽ ഇവൻ്റാണ്, എവിടെ എന്ത് പറ്റിയെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അത് പരിഹരിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ചെയ്യാം, നമുക്ക് ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധത്തോട് കൂടിയിട്ടാണ് അന്ന് അവിടെ തീരുമാനമെടുത്തത്. പക്ഷേ കുറേ ആളുകൾക്ക് വിഷമം ഉണ്ടായെങ്കിലും നമ്മളെ ഇവിടുത്തെ റിയാലിറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മൾ പുതിയ തലമുറയിലെ ആളുകളൊന്നും അങ്ങനെ ഫുള്ളായിട്ട് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. അല്ല, ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പം മുർഷിദ് പറയുന്നല്ലേ, ഇപ്പം ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് ഇതിൻ്റെ ഒരു പയനിയറിംഗ് സ്വഭാവത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതിൻ്റെ ഒരു സുരക്ഷ, ഇതിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയ സ്പോട്ടുകളിൽ ഇത് നടത്തുന്നു, അതിലൊരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ അതിന് പറയുന്ന അതിനുപയോഗിക്കാവുന്ന ഈ സുരക്ഷാ സംവിധാനങ്ങൾ, എക്യുപ്മെൻറ്റ്സ്, ഇതിലൊന്നും അങ്ങനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയാവുന്ന സിനാരിയോ ഇല്ലല്ലോ. നിങ്ങളൊരു അവൈലബിൾ റിസോഴ്സ് വെക്കുന്നു, പാഷൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണല്ലോ. മുർഷിദ് തന്നെ തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മുർഷിദിന്റെ ഒരു അമിത വേഗതയിൽ പോയി ഒരു നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടികിട്ടുന്ന ഒരു സിനാരിയോയിൽ തുടങ്ങുന്ന ഒരു സംഗതി പോലും ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്കും കൺവിൻസ്ഡ് അല്ല, അവർക്കും കൺവിൻസ്ഡ് അല്ല എന്നുള്ളൊരു തുടക്കം പോലും ഉണ്ടല്ലോ അല്ലേ ആ കാര്യത്തിൽ? അത് കറക്റ്റാണ് പറഞ്ഞത്. ഇത് ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇത് എവിടെ ചെയ്യണം എന്നറിയില്ല, ഇത് എവിടെ വാങ്ങിക്കണം എന്നറിയില്ല, അതിനുള്ള അവൈലബിലിറ്റി ഇല്ല. അങ്ങനെയാണ് നമ്മൾ ആ സമയത്തൊക്കെ കോഴിക്കോട് പല സ്ഥലങ്ങളിലും ഇത് പെർഫോം ചെയ്യുന്നു, വീഴുന്നു, അടിയിട്ടുന്നു, പെർഫോം ചെയ്യുന്നു, വീഴുന്നു. ഇത് വേറെ രൂപത്തിലാണ് പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ മാറിയിട്ട് ഇതിന് പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ ഇതുപോലത്തെ റേസിംഗ് ഇവൻറ്റുകൾ വരുന്ന സമയത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കണം, ഇതൊന്നും അറിയാത്ത പലരും ഇപ്പോഴും റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോയി അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ റേസർ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ഡിസിപ്ലിന് നമുക്ക് ചിന്തിക്കാവുന്നതിലൊക്കെ അപ്പുറത്തേക്കാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഡിസിപ്ലിനും ഒരു ഹെൽത്തും എൻഡ്യൂറൻസും ഒന്നും ഇല്ലെങ്കിൽ ഒരു വിജയിയാവാൻ പറ്റുമെന്നില്ല.
താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും. ഇതൊക്കെ നിലനിർത്തി പോകണമെങ്കിൽ ഒരു സീസൺ ഫുള്ള് ഓടിക്കണമെങ്കിൽ അത്ര പഞ്ച്വാലിറ്റി ലൈഫിൽ വേണം. അയാളുടെ ബിഹേവിയർ മറ്റുള്ള എല്ലാ സുഖങ്ങളും മാറ്റി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ചാമ്പ്യൻ എന്ന് പറയുന്നത്. ആ ആളെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അത്രയും ഒരു എഫേർട്ട് ഉണ്ട്. ഇന്നിപ്പോൾ കോഴിക്കോട് നമ്മൾ പണ്ട് കാലങ്ങളിൽ അവിടെ സ്റ്റണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്നും അവൈലബിലിറ്റി ഇല്ല, ഇത് എവിടെ ചെയ്യണം എന്നറിയില്ല. അതിനുശേഷം നമ്മൾ പല വീഡിയോകളിലൂടെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പെർഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നീട് അത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അന്വേഷിച്ച് പല സ്ഥലങ്ങളിലേക്ക് പോയി. അവിടെ നിന്ന് കിട്ടാതായപ്പോഴാണ് ഇത് നമ്മൾ ഈ പണി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇമ്പോർട്ട് ചെയ്ത് ഇന്നും ഇപ്പോൾ സത്യത്തിൽ എനിക്ക് ഈ ഇവൻറ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഞാൻ ഈ റേസുമായിട്ടും റൈഡുമായിട്ടുള്ള ഒരു ബിസിനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാണ്. എനിക്കിന്ന് വേറൊരു തൊഴിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 4 മാസം 5 മാസം ഈ റേസിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. അത് ശരിക്കും എൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇന്നിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിലും എനിക്ക് എത്ര കാലം ആ ബിസിനസ്സിൽ നിന്ന് മാറിക്കാൻ പറ്റും. എനിക്കിപ്പം ഈ ബിസിനസ്സിൽ നിന്നും പ്രോപ്പർ ഒരു മാനേജ്മെൻറ്റും ഒരു ഇൻഫ്രയൊക്കെ സെറ്റ് ചെയ്തു എന്നുള്ളതിനേക്ക് അപ്പുറത്തേക്ക് ബിസിനസ്സിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാലും നമ്മൾ ആ ബിസിനസ്സിലുള്ള ഫീൽ തന്നെ കിട്ടുന്നത് ഞാൻ ഈ റേസിംഗ് ഇവൻറ്റും ഇതുപോലത്തെ ആക്ടിവിറ്റിയും ചെയ്യണോണ്ടാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇത് വേറൊരു നല്ല ഇവൻറ്റ് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ വരാത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനുള്ള ഈ ബിസിനസ് ചെയ്യാനുള്ള ഈ ബിസിനസ്സിൽ കോടികൾ ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് വന്നതൊന്നുമല്ല. നമ്മൾ ഈ സാധനം അവൈലബിലിറ്റി ഇവിടെ ഇല്ല, നമുക്ക് വേണം. നമ്മൾ പല സ്ഥലത്തു നിന്ന് സോഴ്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ പലരും ചോദിക്കാൻ വേണ്ടി തുടങ്ങി, അപ്പോൾ അവർക്ക് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ രൂപത്തിലേക്ക് വന്ന് പിന്നെ അത് പ്രോപ്പർ ഒരു ഇന്ത്യയിലെ നല്ലൊരു ഇമ്പോർട്ടറായിട്ട് മാറി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മാനുഫാക്ചറായിട്ട് മാറി. പിന്നെ നമ്മളെ ബിസിനസ് പല സ്റ്റോറുകൾക്കും നമ്മളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനത്തിലെത്തി. ഈ ലീഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്, അതൊരു ക്രൈറ്റീരിയയിൽ നടത്തുന്ന. അതുപോലെ ഇതിൻ്റെ ഒരു ട്രെയിനിങ് സംവിധാനം പ്രോപ്പർ അത് ഇന്ത്യയിൽ റീജിയണലി വളരെ കാര്യമായിട്ട് നടക്കുന്ന എവിടെയാണ്? ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരും പൂനെയിലായിട്ടാണ് അങ്ങനെ പ്രോപ്പർ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അല്ലേ? ബാംഗ്ലൂർ അതിൻ്റെ ഒരു അതെ അക്കാഡമികൾ കൂടുതലായിട്ടുള്ളത്. എല്ലാ അക്കാഡമികളിലും ഫുള്ളാണ്. ചെറിയ കുട്ടികൾ മുതൽ ഒരുപാടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണോ ബാംഗ്ലൂരിന് പ്രയോറിറ്റൈസ്? അതായത് പ്രൈവറ്റ് ഇപ്പം നമുക്കും റേസിംഗ് ട്രാക്ക് ഉണ്ട് തൃശ്ശൂർ. നമുക്കിപ്പോൾ നമ്മളെ റൈഡേഴ്സിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാക്കിൽ വേണം. പക്ഷെ നമ്മൾ ഇപ്പോഴും പല ആളുകളും ഇതിൻ്റെ കൂടുതൽ അവെയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പ്രതിഷേധങ്ങളും വരുന്നത് കാരണമാണ് നമ്മൾ മറ്റുള്ള ഒരുപാട് ആളുകളെടുത്ത് അവിടെ പഠിപ്പിക്കാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ഹൈദരാബാദ് റേസ് കഴിഞ്ഞത് ഹൈദരാബാദിൽ ചീഫ് മിനിസ്റ്റർ ഈ സ്ഥലം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റേസിംഗ് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ റേസ് കഴിയുന്നതോട് കൂടി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആ റേസിന്റെ ഇമ്പാക്റ്റ് ഗവൺമെന്റ് പറയാണ് ഇത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം, അതിന് വേണ്ട സ്ഥലം എടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വൈകാതെ നമ്മളെ നാട്ടിലും ആകും. അതായത് ഒരു ഫോറിൻ റൈഡേഴ്സിനെ ഹോസ്റ്റ് ചെയ്താൽ പോരാ, നമ്മൾ നമ്മുടെ ഒരു ഓൺ റൈഡേഴ്സിന് ഉണ്ടാക്കണം. പുതിയ അവർക്ക് എങ്ങനെ അക്കാഡമി സെറ്റ് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ ഹൈദരാബാദിലൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങി. ഇതൊന്നും അധികം വൈകാതെ നമ്മുടെ നാട്ടിലും വരും. കാരണം ഇതൊക്കെ ഈ പറയുന്ന ഇപ്പോൾ ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഒട്ടനവധി ആളുകളെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഇൻസ്പയർ ആവുന്ന തരത്തിലുള്ള ട്രാക്കുകളും സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പല രാജ്യത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി വരാം. ഇതൊക്കെ തന്നെയാണ് നമ്മളെ എൻഡ് ഓഫ് ദ വിഷൻ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും ആളുകൾ ട്രെയിനിങ്ങിന് പോണ പോലെ ഇവിടുത്തെ പല അതർ കൺട്രീസിലെ ആളുകൾ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഒരുപാടുണ്ട്. ആ കൺട്രീസിലെ ആളുകളെയും കൂടെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതിനുള്ള ഒരു ഇൻഫ്ര ഇവിടെ സെറ്റ് ചെയ്യണം. അതിനുള്ളൊരു സ്കോപ്പ് ഇവിടെ ഉണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് പക്ഷേ ഒരു ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു പരിപാടി ചെയ്തപ്പോൾ തന്നെ എത്ര പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ആളുകൾ ഇതിപ്പോൾ കണ്ട് താരതമ്യേന ഇതിൻ്റെ ഒരു ഫാനായിട്ട് പ്രതിഷേധം ചെയ്യുന്നവർ വരെ മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെത്തും. എന്ത് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അത് കഴിഞ്ഞ് അത് എത്തുന്ന സമയത്ത് എല്ലാവരും പ്രോപ്പർ ഒരു ജനകീയമായി രാഷ്ട്രീയമൊക്കെ മറന്ന് ഈ സ്പോർട്ടിനെ പൂർണ്ണമായിട്ടും നമ്മൾ ഫുട്ബോളിനൊക്കെ അംഗീകരിച്ച പോലെ ഒരു സമയത്തിലേക്ക് ഇത് എത്തുമ്പോഴാണ് ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു അക്കാഡമി നമുക്ക് അതിന് വേണ്ടി സ്ഥലം അനുവദിക്കുക, അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരിക, പ്രോപ്പറായിട്ട് നമുക്ക് ആളുകളെ ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക, ഇങ്ങനത്തെ സംവിധാനത്തിലേക്ക്. ഇതൊന്നും അധികം ദൂരമല്ല. ഇതൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അടുത്ത വർഷം ടോപ്പ് ക്ലാസ് റൈഡേഴ്സ് വേൾഡിൽ ഇതിലും ഫേമസ് ആയിട്ടുള്ള ഒട്ടനവധി റൈഡേഴ്സ് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കും വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം
ദ ലവ് ആൻഡ് ദ എനർജി വോട്ട് കേരള പീപ്പിൾ ഹാസ് ഗിവൺ. സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ഒരു ആരവം. സെബാസ്റ്റ്യനെ ലോകരാജ്യങ്ങളിലെല്ലാം പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. സെബാസ്റ്റ്യൻ പറയും ഇത് ഏതാണ് ഈ നാട് എന്ന്. കാരണം ആൾക്കാർ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഉണ്ടല്ലോ, ഒരാൾക്കൊരു അത്ലറ്റിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സപ്പോർട്ടും ആ ഒരു എനർജിയാണ് നമ്മൾ മലയാളികൾ കൊടുത്തിട്ടുള്ളത്. ആ കേസിൽ ഒരു രക്ഷയില്ല. നമുക്ക് ഭയങ്കര പ്രൗഡായിപ്പോയി നമ്മളെ നാടിനോട്. അത് പ്രായഭേദം തന്നെ കേട്ടോ. എൻ്റെ ഗ്രാൻഡ് ഫാദർ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് സെബാസ്റ്റ്യൻ ആ പേര് ഒരൊറ്റ ഇവൻ്റോട് കൂടിയിട്ട് ആ പേര് ആൾക്കാരെ മനസ്സിൽ രജിസ്റ്റർ ആയിപ്പോയി എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു വിജയമായിപ്പോയി. ഭയങ്കര ഒരു സക്സസ്ഫുൾ സ്റ്റോറിയായി സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം. ആസ് എൻ ഓർഗനൈസർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്ക് ഇന്ന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാധനമായി. ഇനി ഒരു നെക്സ്റ്റ് മിഷൻ എന്ന് പറയാവുന്നത് ഏതാണ്? ഇപ്പം എനിക്ക് തോന്നുന്നത് റൈഡർ കൂടിയ ഒരാളാണ്, റേസർ കൂട്ടിയുള്ള ഒരാൾക്ക് ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് അയാളുടെ സ്വന്തം സ്ഥലത്ത് പ്രൂവൺ ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ ഈ ഫിനാലെ കേരളത്തിന് കിട്ടി, അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അവിടെ ഒരു ക്രൗഡഡ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഒരു നെക്സ്റ്റ് ഒരു ബിഗ് സത്യത്തിൽ എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ് പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ പല റേസുകളും ഓരോരോ കൺട്രിയിലേക്ക് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഫുട്ബോളിന് ഇപ്പോൾ ഈ പ്രാവശ്യം മെക്സിക്കോയിലൊക്കെ വരുന്ന പോലെ, അല്ലെങ്കിൽ അതിപ്പോൾ കേരളത്തിലേക്ക് ഇല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആരാണ് ഇതിന് പൈസ മുടക്കേണ്ടത്? ഗവൺമെൻറ് മുടക്കേണ്ടതായിട്ടുള്ള മറ്റുള്ള ഗവൺമെൻറ് ഹോസ്റ്റ് ചെയ്യണം. ഇത് പല രാജ്യങ്ങളും ഇപ്പോൾ ഇവിടുത്തെ തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, അതായത് നമ്മൾ ഇവിടുത്തെ കൺട്രീസ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ 50 crores 100 crores ഗവൺമെൻറ് ഫണ്ട് ചെയ്യാണ്. എന്നിട്ടാണ് ഇത് യൂറോപ്പിൽ നിന്ന് ഒരു റൗണ്ട് ഈ കൺട്രീസിലേക്ക് വരുന്നത്. കാരണം അതിനനുസരിച്ച് റൈഡേഴ്സിന് എക്സ്പെൻസ് ഉണ്ട്. ഈ വണ്ടിയും സംവിധാനങ്ങളും എല്ലാം ഇവിടേക്ക് കൊണ്ടുവരണം. ഓരോ കൺട്രി അങ്ങനെ ഹോസ്റ്റ് ചെയ്യണത് ഇതുപോലെ നമ്മളെപ്പോലത്തെ ആളുകൾ വന്ന് പൈസ ചിലവാക്കിയിട്ട് ഹോസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഗവൺമെൻറ് ഈ നാടിന് ഇത് ആവശ്യമാണെന്നോ ഇവിടുത്തെ ആളുകൾക്ക് ഇത് ആവശ്യമാണെന്നോ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതേപോലെ എൻ്റെ അടുത്തൊരു 100 കോടിയോ തന്നിട്ട് മുർഷി ഇത് ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളൊരു രാജ്യത്ത് ഇൻ്റർനാഷണൽ MXGP വേൾഡ് GPയിലുള്ള ഒരു റൗണ്ട് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാനും അതിൻ്റെ ഒരു ഫൈനൽ റൗണ്ട് തന്നെ ആക്കോട്ടെ, അങ്ങനെ ഒരു റൗണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് അൾട്ടിമേറ്റ് ഒരു ഡ്രീം എന്ന് പറയുന്നത്. അത് ഡ്രീമാണല്ലോ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ സൽമാൻ ഖാനും അതുപോലെ ഇത്രയും ഫോറിൻ റൈഡേഴ്സൊന്നും കേരളത്തിൽ വരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു 10 വർഷം മുന്നേ ബാക്കിലേക്ക് അങ്ങനെ ഒന്നും ഡ്രീം ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇന്നിപ്പോൾ ആ സാഹചര്യത്തിലെത്തി. അപ്പോൾ എന്ത് വേണമെങ്കിലും സൽമാൻ ഖാൻ വരുന്ന തന്നെ പറയുമ്പോൾ ആൾക്കാർ വരുന്ന അന്ന് വരെ വിശ്വസിക്കാത്തവരുണ്ട്. വന്ന് എനിക്ക് അപ്പോൾ പല സാഹചര്യത്തിലേറ്റ് പേടിയാവും. ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ചോദിക്കുന്നത്. പക്ഷേ സൽമാൻ വരുമോ, ബ്രാൻഡ് അംബാസഡർ ഒക്കെ ആവും, നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ ഉപയോഗിക്കാം. ആള് കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്തേക്ക് റേസിങ്ങിന് വരാന്ന് പറയുമ്പോൾ ഇതിലൊരു വിശ്വാസക്കുറവ് വലിയ രൂപത്തിൽ, ഞാൻ പറയുകയാണെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്ക് ഒരു വിശ്വാസക്കുറവായിരുന്നു. സൽമാൻ ഖാൻ വന്നു, റേസ് കണ്ടു, തിരിച്ചു പോയി. അപ്പോഴാണ് അതിനൊരു വിശ്വാസ്യത വന്നത്. അതേപോലെ നമുക്ക് അതൊരു നോർമൽ ലോഞ്ചിന് വന്ന സ്വഭാവത്തിലല്ലോ, അതിന്റെ പാർട്ടായിട്ട് തന്നെ ബ്രാൻഡ് അംബാസഡർ ആളവിടെ വന്ന് റേസ് കഴിഞ്ഞിട്ട് ട്രോഫി കൊടുത്തിട്ടാണ് പോണത്. നമ്മൾ വെറുതെ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് ഇനാഗുറേറ്റ് ചെയ്ത് പോവല്ല. ബിക്കേം എ പാർട്ട് ഓഫ് ദിസ്. അത് പ്രോപ്പറായിട്ട് അതിന് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഞാനുള്ള പ്രോസസ്സ് ചെയ്തില്ലാന്നറിയാം. റേസ് ഭംഗിയായിട്ട് ജനഹൃദയം കീഴടക്കിയിട്ട് ആളുകൾ ഇന്നേ വരെ ലൈഫിൽ കാണാത്ത, ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയി അന്ന് അവിടെ വന്നവർക്ക് മാറിയിട്ടുണ്ട്, സംശയമില്ല, 100%. പക്ഷേ റേസ് കഴിഞ്ഞാൽ ഇതിൽ വേറെ പ്രശ്നമുണ്ട്. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി റേസിലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ടീം പറയൂ ഇവനൊരു കള്ളക്കളി ഇതിൽ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈക്കിന് ഇന്നൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഘട്ടം അത് ആരോപണമാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ആ ഡിക്ലറേഷൻ ഒക്കെ നമ്മൾ നിർത്തിവെക്കും. അവനെ വിന്നറാക്കിയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അത് തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഞാനിപ്പോൾ ഞാൻ ഫിനിഷിങ്ങിൽ ഫസ്റ്റ് എത്തി ഗംഭീര ഒരു സാധനം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ അടുത്തൊരു ഗ്രൗണ്ട് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അപ്പോൾ മറ്റുള്ള ആൾക്കാർ പറയാണ് ഇത് അവന് മോശമാക്കിയിട്ടിട്ട് പോയിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ടൈം ലൈനിലുള്ളതാണ്, ഗ്രൗണ്ട് ഇത്ര ദിവസം കൊണ്ട് റെഡി ആവുന്നുള്ളത്. അത് തെളിയിക്കാനുള്ള പ്രൊട്ടസ്റ്റിൻ്റെ ഒരു സമയം ഇപ്പോൾ എടുക്കുന്നുണ്ട്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയി വിജയ്. അങ്ങനെ ആവണല്ലോ. നമ്മളത് പാതി വഴിയിൽ ഉപേക്ഷിച്ചാലാണ് ഇത് പ്രശ്നം. അപ്പോൾ ഈ റേസ് പോലെ തന്നെയാണ് ശരിക്കും ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.